6 ഫീറ്റ് ഡയ വരുന്ന ട്രാംപോലൈൻ എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ആദ്യം നമുക്ക് ഓരോ പാർട്സുകൾ ജസ്റ്റ് നോക്കാം. ആദ്യം കാല് ഇതുപോലെ ഫിക്സ് ചെയ്യണം. അതിൻ്റെ ഇതുപോലെ ഫിക്സ് ചെയ്യാം. 6 ഫീറ്റ് ഉള്ളതിന് 3 കാലായിരിക്കും വരുന്നത്. ഇത് വെക്കുന്ന സമയത്ത് ഈ ഹോൾസ് കറക്റ്റാണോ മാച്ചിങ് ആണോ എന്ന് നോക്കണം. കാരണം ഇതിൽ നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യാനുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉള്ളിലോട്ടായിട്ട് ഇവിടുന്ന് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു കർവ് പുറത്തേക്കും അടിയിലുള്ള ഷേപ്പ് ഉള്ളിലേക്കായിരിക്കും വരാം. ഇതുപോലെ റൗണ്ടായിട്ട് ഫിക്സ് ചെയ്യാം. ഇതേപോലെ 3 കാലായിരിക്കും അതിനുണ്ടാവും. ഇതേപോലെ ആദ്യം സെറ്റ് ചെയ്ത് വെക്കാം. പ്രോസസ്സ് ഇതിൻ്റെ ജമ്പിങ് സൈഡിലുള്ള നെറ്റ് ഇതുപോലെ വിരിച്ചു വെക്കുക. എന്നിട്ട് ഇതാണ് അതിൻ്റെ സ്പ്രിങ് വരുന്നത്. ഈ സ്പ്രിങ് കറക്റ്റ് ഇതിൻ്റെ ഈ സൈഡ് ഉള്ളിലോട്ടും ഇത് നമ്മുടെ ഈ ഒരു ഫ്രെയിമിലേക്കും, അതായത് ഫ്രെയിമിൽ കൊളുത്തേണ്ട ഭാഗം ഇതും ഇത് നെറ്റിൽ കൊളുത്തേണ്ട ഭാഗമാണ് വരുന്നത്. ഇത് കൊളുത്തുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് എണ്ണണം. ഇപ്പോൾ ഇവിടെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിന് 1, 2, 3 അങ്ങനെ കറക്റ്റ് എണ്ണീറ്റ് വേണം ഇടാൻ. 1 ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് അവിടെ ആണ് ഇതിന് ഇടേണ്ടത്. എണ്ണം കറക്റ്റ് എണ്ണീറ്റ് വേണം ഇടാൻ. ഇവിടുന്ന് അങ്ങോട്ട് എത്ര ഹോൾസ് ഉണ്ടെന്ന് നോക്കിയിട്ട് ഇടാം. ഇതുപോലെ ഓപ്പോസിറ്റായിട്ട് ഇടണം. എങ്കിലും മാത്രം നമുക്കത് വലിക്കണ സമയത്ത് കിട്ടുള്ളൂ. കറക്റ്റ് എണ്ണ അതിന് കറക്റ്റ് നേരാണോ വെച്ചിട്ടുള്ളത് നോക്കുക. ഈ ഒരു ഹുക്ക് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് വലിക്കുന്നത് കേട്ടോ. ഇതേപോലെ സൈഡ് മാറരുത്, ഇവിടെ കൊടുക്കേണ്ട ഭാഗം ഇവിടെയും മാറരുത്. ഇങ്ങനെ ഓപ്പോസിറ്റ് ഇട്ടിട്ട് വേണം ഇത് കണക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ വലിക്കുന്ന സമയത്ത് അത് കിട്ടൂല. ഒരാൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്, ഇതിൻ്റെ സൈഡ് ഊരി പോരാതിരിക്കാൻ. ഈ സ്പ്രിങ് കംപ്ലീറ്റ് ഇടുന്നതോടുകൂടി ഇത് അങ്ങ് ടൈറ്റ് ആവും മൊത്തത്തിൽ. കറക്റ്റ് എണ്ണണേ, ഹോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇങ്ങനെ എല്ലാ ഭാഗവും ഇത് സ്പ്രിങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്കിതിനെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. ഇതാണ് നമുക്ക് ആദ്യം ഫിക്സ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഈ ഭാഗത്ത് ഇതുപോലെ 2 ഹോൾസ് ഉണ്ടാവും. ഇതിൻ്റെ അറ്റത്ത് ഇതുപോലത്തെ ഒരു ക്ലിപ്പ് ഉണ്ടാവും. ഈ ക്ലിപ്പ് ഉള്ളിലേക്ക് വരുന്ന രൂപത്തിൽ പുറത്ത് ഔട്ട് സൈഡിൽ ഇതുപോലെ
വെച്ചിട്ട് ഫിക്സ് ചെയ്യാനാണ് ഉള്ളത്. സ്ക്രൂ നമ്മൾ ഇതുപോലെ വേണം ഫിക്സ് ചെയ്യാൻ. അതിൽ ആദ്യം ഇതിങ്ങനെ ഇട്ടിട്ട് ഈ റബ്ബറിൻ്റെ ബുഷ് എന്ത് ചെയ്യുക, അതിന് ശേഷം ഇടാം. അതുപോലെ തന്നെ മുകളിലും അതുപോലെ തന്നെ ആഡ് ചെയ്യാം. റബ്ബർ ബുഷ് ബാക്ക് സൈഡിൽ അതിൻ്റെ നട്ടും വാസറും ഇട്ടിട്ട് ടൈറ്റ് ആക്കാം. ഉള്ളിലാണ് ടൈറ്റ് ആക്കേണ്ടത്. ഏകദേശം ഇതുപോലെ ഇരിക്കും. അങ്ങനെ എല്ലാ ലെഗും ഫിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ ഒരു സ്റ്റിക്ക് ജസ്റ്റ് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു പ്രസ്സിങ് ഉണ്ടാവും. ഈ ഒരു പ്രസ്സിങ് ചെയ്തുകൊണ്ട് അതിന് മുകളിലൊരു ഹോൾസ് ഉണ്ട്, അത് ലോക്കാക്കിയിടാം. അങ്ങനെ ഇതുപോലെ എല്ലാത്തിലും ചെയ്യാം. ഇതുപോലെ ഇതിൽ ലോക്കാവുന്ന രൂപത്തിൽ ഇതൊരു പ്രസ്സിങ് ആയിരിക്കും. ഇത് ലോക്കാവുന്ന രൂപത്തിൽ എടുത്ത് ഇത് മുകളിൽ. പിന്നെ ഈ ഒരു കവറ് ഇതിൻ്റെ മുകളിലൂടെ താഴോട്ട് ഫിക്സ് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യാം. അതിനൊരു കവറിങ് പ്രൊട്ടക്ഷൻ വരുന്നതാണ്. കവറിങ് ഇതുപോലെ ചെയ്ത് അതിൻ്റെ മുകളിലുള്ള ബോൾസ് പുറത്തിട്ട് തൂക്കാവുന്ന രൂപത്തിൽ ഇതുപോലെ എല്ലാ ലെഗ്സിലും ചെയ്യാം. പിന്നെ ഈ ഒരു സ്പ്രിങ്ങിന് സേഫ്റ്റി ആയിട്ട് ഈ സാധനം ഇങ്ങനെ ഇടുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതിലേക്ക് ഇറക്കി വെക്കുക കറക്റ്റായിട്ട്. എന്നിട്ട് ഇതിലൊരു സ്ട്രിപ്പ് വരുന്നുണ്ട്. ഈ സ്ട്രിപ്പ് ഇതിൽ വലിച്ചുകൊണ്ട് അപ്പം അതിൻ്റെ സൈഡിലുള്ള സ്പ്രിങ്ങിൻ്റെ സേഫ്റ്റി കവർ ഇട്ടതിന് ശേഷം എല്ലാ പോസ്റ്റുകളും ഇതുപോലെ വെച്ചതിന് ശേഷം നെറ്റ് ഇടുന്ന രൂപത്തിൽ. നെറ്റും നേരത്തെ നമ്മുടെ സ്പ്രിങ്ങിൻ്റെ സേഫ്റ്റി കവർ ചെയ്ത പോലെ ഒരു ചെറിയ ഹുക്ക് വരുന്നുണ്ട്. അത് നമ്മൾ വലിച്ചുകൊണ്ട് അതിൻ്റെ അടിഭാഗത്ത് കണക്ട് ചെയ്യണം. നെറ്റ് ട്രംപോലൈൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് മുകളിൽ അതിനൊരു ഹുക്ക് വരുന്നുണ്ട്. ഈ ഒരു ഹുക്ക് നേരെ അതിൽ കൊളുത്തുന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഇതിലായിരിക്കും കുട്ടികൾക്ക് കയറാനുള്ള സ്പേസ് വരുന്നത്. സ്ട്രിപ്പ് അടിയിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റലേഷന് കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക് യു.